വല്യേച്ചിയുടെ കൈ പിടിക്കാൻ ആ സ്ത്രീ ധൈര്യപ്പെട്ടു എന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തടിസ്ഥാനത്തിൽ അവരിങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്? ശ്രീകുട്ടിയെ സ്വാതിയോ അച്ഛനോ ഒക്കെ ആ പെണ്ണിനോട് സ്നേഹത്തോടെ പെരുമാറുന്നത് മനസ്സിലാക്കി വെച്ചിട്ടാണോ ആ സ്ത്രീ ഇത്രയും ധാർഷ്ട്യം കാണിക്കുന്നത്? അല്ലാതെ പിന്നെന്താ? എന്നാ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർക്ക് നന്നായിട്ട് അറിയില്ലേ അമ്മ ഇവിടെ അടുക്കള പണിയെടുത്ത് ജീവിക്കുന്നെന്ന്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വരുന്നവരെ അതനുസരിച്ചല്ലേ നിൽക്കൂ. ദിനേശനോട് ആ സ്ത്രീ വഴക്കിട്ടത് നമുക്ക് വിട്ടേക്കാം. പക്ഷെ വല്യേച്ചിയോട് എത്ര മോശമായിട്ട് അവർ സംസാരിച്ചത്. കെട്ടിച്ചു വിട്ടവൾക്ക് ഈ വീട്ടിലെന്ത് കാര്യമൊന്ന് ചോദിക്കണമെങ്കിൽ അവർക്കത് പറയാൻ അവകാശമുണ്ടെന്നല്ലേ? എന്തവകാശം? വീട്ടുജോലിക്കാരി പെണ്ണിന്റെ തള്ളയ്ക്ക് ഇവിടെ എന്ത് അധികാരമെന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചല്ലേ? അവരുടെ വാക്കും പ്രവൃത്തിയും കണ്ടാൽ അമ്മു ഈ വീട്ടിലെ മരുമകളാണെന്നേ തോന്നൂ. ഇതിനെല്ലാം കാരണക്കാരി എന്റെ മകള് തന്നെ. അവരെന്റെ കൈ പിടിച്ചിട്ട് ഞാൻ അടങ്ങിയതേ ശ്രീകുട്ടി വരുമെന്ന് കരുതി മാത്രമാ. അവളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കാഞ്ചന ആരാണെന്ന് ആ സ്ത്രീ അറിഞ്ഞേനെ. വല്യേച്ചി തൽക്കാലം ക്ഷമിച്ചു കളഞ്ഞാൽ നന്നായി. ശ്രീകുട്ടി വന്ന് അവരുടെ പക്ഷം പിടിച്ച വല്യേച്ചി പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്താ കവിതേ എന്റെ മകൾ ഇങ്ങനെ ആയി പോയത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാ? എനിക്ക് ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലും ഒന്നും വിശ്വാസമില്ല. സത്യത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ വന്നിരിക്കുന്നവര് അതിലൊക്കെ വിശ്വാസമുള്ളവര്. കൈവിഷം എന്നൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഇനി ആ പെണ്ണ് അങ്ങനെ എന്തെങ്കിലും എന്റെ മോക്കകത്ത് കൊടുത്തിട്ടുണ്ടോ? സ്വന്തം അമ്മയെ പോലും അവഗണിച്ച് എവിടുന്നോ വന്ന ഒരു പെണ്ണിനെ ശ്രീകുട്ടി ഇത്രയും പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കതായ കാര്യമുണ്ടാവും. കുട്ടിക്കാലത്ത് മരിച്ചുപോയ അനിയത്തിയാണ് അമ്മു എന്ന് പറഞ്ഞാൽ ചിരിക്കാനല്ലാതെ എന്തിനു കഴിയും? ദേ, ഇതിന് ഞാനൊരു പരിഹാരം പറയാം. വല്യേച്ചി എത്രയും വേഗം സഞ്ജുവിനോട് സംസാരിക്കണം. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവനെയും കൂടെ ബാധിക്കുന്നതല്ലേ? ഓഫീസിൽ വെച്ച് ഇക്കാര്യം ഞാൻ സഞ്ജുവിനെ ധരിപ്പിച്ചതാ. സച്ചിയും കൂടെ ഉണ്ടായിരുന്നു. സഞ്ജുവിനും സച്ചിക്കും അമ്മുവിന്റെ പേരും പറഞ്ഞ് ബന്ധുക്കൾ വന്നത് തീരെ ഇഷ്ടായിട്ടില്ല. വല്യേച്ചി ഇന്നുണ്ടായ കാര്യങ്ങൾ അവനോട് പറ. ശ്രീകുട്ടിയുടെ ഒരു ശാഠ്യത്തിനും സഞ്ജു നിന്നു കൊടുക്കില്ല. ഫോൺ എടുത്ത് വല്യേച്ചി അവനോട് ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി. വല്യേച്ചി ഇവിടെ നിൽക്കണോ അവരെ പറഞ്ഞയക്കുന്നോ മാത്രം ചോദിച്ചാൽ മതി. നമ്മുടെ സ്വൈരക്കേട് അതോടെ തീരും. വല്യേച്ചി ചെല്ല്. നീ ഇതെവിടായിരുന്നു? ഞാൻ ഇവിടേക്കൊന്ന് കണ്ടു നോക്കിയതാ. ലച്ചു ഇപ്പോഴും ആ പഴയ പെണ്ണ് തന്നെയാടി. അടുക്കളയിൽ കയറി പാചകം ചെയ്യേണ്ട എന്ത് കാര്യം അവക്കുള്ളത്? അതുകൊണ്ടല്ലേ വീട്ടുജോലിക്കാരിന്ന് കവിത വിളിച്ച് ആക്ഷേപിക്കുന്നത്. അവൾ എവിടെ പോയാലും സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ലമ്മേ. ഞാൻ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെവിക്കൊണ്ട് അവക്ക് കൊള്ളാം. ഇവിടെ തിന്നു കൊഴുത്തു കുറെ എണ്ണം ഉണ്ട്. ഒരു പണിയും എടുക്കത്തില്ല. കൂട്ടുകുടുംബം പോലെ കിടക്കുകയല്ലേ. എല്ലാത്തിനും പുറത്താക്കേണ്ട മിടുക്കാ ലച്ചു കാണിക്കേണ്ടത്. അവളെ കൊണ്ടത് നടന്നത് തന്നെ. ഇവിടെ അവന്റെ അമ്മ ശ്രീദേവിയും കാരണവരും ഭാര്യയും മാത്രം മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാവേരി പാവം കൊച്ച. പക്ഷെ അവളുടെ ഭർത്താവ് അവൻ ആള് കുഴപ്പക്കാരനാ. അങ്ങനെ ഒരുത്തനെ കുടുംബത്തിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ആദ്യം ചാടിക്കേണ്ടത് അവനെയും കവിതയുവാ. പിന്നെ ഭർത്താവ് അമേരിക്കയിലാന്നും പറഞ്ഞൊരു മഹാറാണി മുറിയിൽ ഇരിപ്പുണ്ട്. കൂടെ കെട്ടുപ്രായം കഴിഞ്ഞൊരു മോളും. കെട്ടിച്ചു വിട്ടിട്ടും പിന്നെയും തറവാട്ടി വന്നിക്കാൻ നാണമില്ലല്ലോ. സഞ്ജുവിന് എല്ലാരും വേണോന്ന് പറയുന്നത്. അവന്റെ മനോഭാവം മാറ്റേണ്ടത് അവളല്ലേ. ലച്ചുവിനൊപ്പം കുറച്ചു കാലം ഇവിടെ നിന്നാലോ എന്നാ എന്റെ ഒരാലോചന. അമ്മ എന്തായി പറയുന്നത്? ഇവിടെ നിൽക്കാനോ? അത് നാണക്കേടാ. നമ്മൾ ലച്ചുവിനോട് കാണിച്ചതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്ന കാര്യമാ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. മനുഷ്യൻ എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? അതിനല്ലേ മാപ്പും ക്ഷമ ഒക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. അമ്മേ, എന്തായാലും അമ്മ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണ്ട. നമ്മൾ വന്ന കാര്യം സാധിച്ചു പോവാനാ നോക്കേണ്ടത്. കാശിനെ നമ്മൾ വന്നിരിക്കുന്നെന്ന് ലച്ചുവിന്റെ ധാരണ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. നീ കാര്യം പറഞ്ഞു. ഞാൻ അത്ര മണ്ടിയാണോ? ആദ്യം വന്ന കാര്യം സാധിക്കാൻ നോക്കാം. അത് കഴിഞ്ഞ് ഇവിടെ കൂടിയാലോ എന്ന് ആലോചിക്കാം. അത് നീ ഇവളോട് പറയേണ്ടതില്ല.
നാശം പിടിച്ച പയ്യൻ സൗര്യം തരില്ല. ഡാ നിർത്തടാ. ദേ ഞാനടുത്തങ്ങ് പുറത്തറിയുവേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇറങ്ങി പോടാ. അനുസരണയില്ലാത്ത ചെക്കനാ, പറഞ്ഞിട്ടൊരു കാര്യമില്ല. വീണ്ടും അത് തന്നെ ചെയ്യും. സഹിക്കേ നിവർത്തിയുള്ളൂ. നിക്കടാ അവിടെ. എടാ നിക്കാൻ. എടാ നീ എന്നെ കസേരന്ന് തള്ളിയിട്ടല്ലേ? എന്നെ ഞാൻ ഇന്ന് ശരിയാക്കണം. നിനക്ക് അത്ര ടാങ്കാരോ? അവരൊന്നും ചെയ്യല്ലേ. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടിയത്. അവരെന്തെങ്കിലും സംഭവിച്ചു പോവില്ലേ? ഞാൻ എന്താ ചെയ്തെന്ന് നിനക്കറിയൂടി? ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന ടേബിളിനടിയിൽ കയറി പതുങ്ങിയിരുന്നു. എന്തിനടി അവൻ ടേബിളിനടി കയറി ഇരുന്നത്? അവൻ കൊച്ചുകുട്ടിയാണെന്നാണോ നീ പറയാൻ പോന്നെ? ഞാൻ എഴുന്നേറ്റ ഉടൻ അവൻ ചെയർ മാറ്റി കളഞ്ഞു. അതറിയാതെ ഞാൻ ഇരുന്നത് നിലത്താ വീണത്. ഈ വീട്ടിലുള്ളവരെ കൊല്ലിക്കാനാണോ നീ ഇത്തരം ആൾക്കാരെ വിളിച്ചോണ്ട് വന്നേ? അവനെ ഒരു കുട്ടി ക്രിമിനലാ. ഇപ്പൊ ഇറങ്ങണം എല്ലാ അലവലാദികളും ഈ വീട്ടിൽ നിന്ന്. അവന്റെ അമ്മ ഞാനൊന്ന് കാണട്ടെ. അസത്ത് പിടിച്ച ഈ ചെക്കനെ ഉണ്ടല്ലോ മുറിയിൽ അടച്ചിട്ടോണം. അഴിച്ചുവിട്ട് മറ്റുള്ളവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കരുത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് തുള്ളുന്നത്? നന്ദൂട്ട എന്ത് ചെയ്തു കവിത പറയുന്നത്? ഇവൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന കുട്ടിയല്ല. ഓ ഡേ പറഞ്ഞു കൊടുക്കടി, അനുസരണയോടെ വളർത്തിയ മോൻ എന്ത് ചെയ്തു? നന്ദുട്ടൻ കവിതച്ചിയുടെ റൂമിൽ കയറി. ഓ, ഒരു കുട്ടി റൂമിലൊന്ന് കേറിയതിന് എന്ത് അപരാധമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റൂമിൽ കയറി മാത്രമാണോ നീ ചെയ്തത്? നിലത്തിഴഞ്ഞ ടേബിളിന്റെ അടിയിൽ വന്ന് കയറി. ഞാൻ എഴുന്നേറ്റതും ഈ കള്ളച്ചക്കൻ ചെയർ തള്ളി മാറ്റി. കസേര ഉണ്ടെന്ന് കരുതി ഞാൻ ഇരുന്നതും ഞാൻ നിലത്ത് വീണില്ലേ? നിനക്കത് വേണ്ടത് തന്നെ. സത്യമാണോ നന്ദൂട്ടെ പറയുന്നത്? ഞാൻ കാറടക്കം പോയതമ്മേ. എന്റെ കാർ അങ്ങോട്ട് പോയി. ഒരു കൊച്ചതിന്റെ കളിപ്പാട്ടം എടുക്കാൻ കേറിയന് ഇത്രയും ബഹളം വെക്കേണ്ട എന്ത് കാര്യാ ഉള്ളത്? നീ വീണെങ്കിലേ അത് നിന്റെ ശ്രദ്ധ കുറവുകൊണ്ടാ. ഇവൻ പിടിച്ച കളിയൊന്നും അല്ലല്ലോ. നാണ ഇല്ലല്ലോ പരാതി പറയാൻ. വല്ലുമേ ദയവ് ഇതൊന്നും മിണ്ടാതിരിക്കെ. നന്ദുടെ കസേര തള്ളി മാറ്റിയിട്ടല്ലേ കവിതച്ചി താഴെ വീണത്? നിനക്ക് ഈ വീട്ടുകാരല്ലേടി വലുത്. നന്ദൂട്ടനെ നിനക്ക് വിശ്വാസം ഇല്ലല്ലോ. ഞാൻ ഇവിടെ ഒന്ന് ജീവിച്ചു പോട്ടെ, അതിന് എന്നെ ഒന്ന് അനുവദിക്കോ? അറിഞ്ഞു വെച്ചോണ്ടല്ലേടി നീ വരെ വിളിച്ചു കയറ്റിയേ? എന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് നാടൻ കളിക്കുന്നു. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ എങ്ങനെ പെരുമാറണമെന്ന് മക്കളെ പഠിപ്പിക്കണം. എന്നിട്ട് വേണം കൂടെ കൊണ്ടുവരാൻ. അത് പിന്നെ എങ്ങനെ? ഈ സൗകര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. നല്ല കുടുംബത്തിൽ തന്നെ അടി ഞാനും പറഞ്ഞത്. ഇതിനേക്കാൾ സൗകര്യമുള്ള വീട് വേറെയും കണ്ടിട്ടുണ്ട്. ഇടി പോടിന്നൊക്കെ നിങ്ങളുടെ മക്കളെ വിളിച്ചാ മതി. എന്നെ ഇനി ഒരു പ്രാവശ്യം കൂടെ വിളിച്ചാൽ നിങ്ങൾ വിവരം അറിയും. നീ എന്നെ എന്ത് ചെയ്യാന്നടി? ആനന്ദവല്ലിയുടെ നേരെ കൈ ചൂണ്ടുന്നു. കെട്ടാച്ചരക്ക് പോലെ കുടുംബത്തിന് ബാധ്യതയായി നിൽക്കുന്നതും പോരാ, അവകാശികളെ ഭരിക്കാനും വരുന്നോ? ആരാ അവകാശി? എന്ത് അവകാശം നിങ്ങൾക്ക് ഈ വീട്ടിലുള്ളത്? അത് ഞാൻ പറഞ്ഞായിരുന്നോടി. വല്യമ്മേ
ഇനി നിങ്ങൾ ഒരക്ഷരം ശബ്ദിച്ചു പോവരുത്. മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. എന്റെ പേരും പറഞ്ഞ് ആരും ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. പോയേ പറ്റൂ. ഞങ്ങൾ എപ്പോ പോണോന്നേ ഞങ്ങൾ തീരുമാനിക്കും. ഈ സൗഭാഗ്യങ്ങളൊക്കെ കണ്ട് നീ തലമറന്ന് എണ്ണ തേക്കല്ലേ പെണ്ണ. നീ എന്തിനാടി ഇവളുമാരെയൊക്കെ പേടിക്കുന്നത്? ഇതെന്ത് ദുരന്തോ ദൈവമേ. വിവരവും സംസ്കാരവും ഇല്ലാത്ത കൂട്ടങ്ങളോട് എന്ത് പറയാനാ? അവള് പറഞ്ഞത് കേട്ടില്ലേടി നീ? നിന്റെ ബന്ധുക്കൊക്കെ സംസ്കാരമില്ലെന്ന്. നീ ഈ വീട്ടിലെ മരുമകളാ. സഞ്ജുവിന്റെ നിന്റെ ആശ്രയത്തിലാ അവള് കഴിയുന്നത്. അവളുമാരെ നിലയ്ക്ക് നിർത്തണോടി, അല്ലാതെ സ്വന്തക്കാരെ അല്ല കുറ്റം പറയേണ്ടത്. ലച്ചു, നീ ഇങ്ങനെ പഞ്ചപാവം പോലെ ജീവിച്ച അവരൊക്കെ നിന്നെ മൂലയ്ക്ക് ഇരുത്തേയുള്ളൂ. കെട്ടിച്ച് വിട്ടതും അല്ലാത്തതുമായ ഇവളുമാരൊക്കെ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? നിങ്ങൾ എന്റെ ശവം കെട്ടിട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം. എറിയാൻ അറിയുന്നവന്റെ കൈ കോല് കൊടുക്കത്തില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ ശ്രീജെ. ഇവളുമാരെയൊക്കെ അടിച്ചിറക്കി വിടാതെ ലച്ചുവിനോട് നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. നാന്തോട്ട, നീ ഇനി അവരുടെ മുറിയിലൊന്ന് കേറി ചെല്ലല്ലേ മോനെ. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ പോ മോനെ. ഇത് ലച്ചുവിന്റെ വീടാ. നമ്മൾ ഒട്ടും താന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അവരൊക്കെ എവിടെയുണ്ട്? ആകെ പ്രശ്നങ്ങളായി. രാജുട്ടൻ നന്ദുട്ടിനെ കളിക്കാൻ കൊടുത്ത ആ കാറും കൊണ്ട് അവൻ മേളിലേക്ക് പോയി. ഓടിച്ച് കളിക്കുന്നതിനിടയില് ആ കാറ് കവിതച്ചിരിക്കുന്ന മേശയുടെ അടിയിലേക്ക് ചെന്നു. നന്ദുട്ടിന് അതെടുക്കുന്ന കൂട്ടത്തില് കസേര തെന്നിപ്പോയി. അതിലിരുന്ന് കവിതച്ച് താഴെ വീണും പോയി. നന്ദുട്ടിനെ തല്ലിയോ? ഇല്ല, അതിനു മുന്നേ ഞാനവിടെ എത്തി. കവിതച്ച് വല്യമ്മയായി പൊരിഞ്ഞു വഴക്കായി. ഭാഗ്യത്തിന് ചേച്ചിയുടെ അമ്മ വന്നില്ല. അവരുടെ ആവശ്യം എന്താണെന്ന് നീ ചോദിക്കാമോ? ഒന്നും പറയാതെ ഇവിടെ താമസിച്ചു പോവാന്നാണോ അവര് കരുതുന്നത്? സഞ്ജു നിന്നെ കുറ്റപ്പെടുത്തുന്നത്. സഞ്ജുവിനോട് സംസാരിച്ച് ഞാൻ ഫോൺ വെച്ചതേ ഉള്ളൂ. അവന്റെ കൂടെ സ്വാതിയുണ്ട്. അവർക്ക് എത്ര രൂപ വേണേലും കൊടുക്കാന്ന് അവൻ പറഞ്ഞത്. നീ ചെന്ന് നിന്റെ വല്യമ്മയുടെ അടുത്ത് കാര്യം പറ. നാളെ സഞ്ജു പറയുന്നിടത്ത് ചെന്നാൽ മാത്രം മതി. രൂപയുമായി അവനോട് എത്തും. അല്ലെങ്കിൽ ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ സ്ഥലം വിടും. ഈ വന്നവർ അവൻ വരുന്നതും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയും ചെയ്യും. അയ്യോ രാജുവേട്ടാ, അത് വരാതെ നോക്കണം. അത്താഴത്തിന് എന്താണോ ചെറുക്ക ഉണ്ടാക്കിയത്? ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ സസ്യാഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് മീൻകറിയൊന്നും കണ്ടില്ലല്ലോ. എല്ലാ ദിവസവും മീൻകറി ഉണ്ടാക്കില്ല. അമ്മു വേണ്ട എന്താന്ന് വെച്ചെടുത്തു കൊടുക്ക്, ഞാൻ പോരാ. എനിക്ക് സഞ്ജുവൻ വന്നിട്ട് മതി. നിന്റെ ഭർത്താവ് എപ്പോഴാടി മോളെ വരുന്നത്? അത്താഴ സമയത്തെങ്കിലും അവനെ ഒന്ന് കാണാൻ പറ്റുമോ? വരുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഓഫീസിൽ മീറ്റിംഗ് ഒക്കെ കാണും. അന്ന് വരാൻ വൈകും. ആ കവിതയുണ്ടല്ലോ, അവളൊരു വിഷവാ. നീ അവളെ ഒന്ന് സൂക്ഷിക്കണം. അവളെന്താ കല്യാണം വേണ്ടെന്ന് വെച്ചാണോ, അതോ വല്ല കുഴപ്പത്തിലും ചെന്ന് പെട്ടതാണോ? കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇവിടുത്തെ കാര്യങ്ങൾ വലിയ എന്തിനാ അറിയുന്നേ? ആവശ്യം ഉണ്ടായിട്ട് തന്നെയാ. ഇത് നിന്റെ ഭർത്താവിന്റെ വീടാണെങ്കിൽ ഇവിടെ നീ കഴിഞ്ഞ് മറ്റൊരു പെണ്ണുള്ളൂ. ഇത് അദ്ദേഹത്തിന്റെ അമ്മയുടെ വീടാ. അദ്ദേഹം എന്റെ കഴുത്തിന് താലി കെട്ടിയെന്നല്ലാതെ വീടിന്റെ സ്വത്തിന്റെ അവകാശി ഞാനല്ല. അവകാശം സ്ഥാപിക്കാൻ വേണ്ടി മുദ്രപത്രത്തിൽ എഴുതി തരണമെന്നൊന്നുമില്ല. മിടുക്ക് കാണിച്ചാ മതിയടി. വല്യമ്മ വന്ന കാര്യം എന്താന്ന് പറഞ്ഞേ പറ്റൂ. ഇനിയും അത് പറയാതിരുന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനില്ലാതാവും. ഏത് സമയത്തും അദ്ദേഹം വരാം. അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനു വന്നെന്നായിരിക്കും. ബന്ധുത്വം പറഞ്ഞ വന്നതെന്ന് വല്യമ്മ പറഞ്ഞ ഉദ്ദേശിച്ച് വന്നതൊന്നും കിട്ടിയില്ലെന്നും വരും. നീ മുറിയിലേക്ക് വാ, ഞാൻ പറയാം. എത്ര പണം ചോദിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ കാരണം അദ്ദേഹത്തിന് എന്തൊക്കെ വിഷമങ്ങളാണ് ഉണ്ടാവുന്നത്.
മുത്തച്ഛൻ. നിങ്ങൾ എന്താ മക്കളെ ഇത്രയും വൈകിയത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്കിന്ന് കുറെ സമയം സഞ്ജുവിനെ ഫ്രീ ആയിട്ട് കിട്ടി. സഞ്ജുവിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവളെ പരിഗണിക്കുന്നില്ല എന്ന പരാതിയാ മുത്തച്ഛ. എന്നാൽ അതങ്ങ് തീർത്തു കൊടുക്കാന്ന് ഞാനും കരുതി. എന്നിട്ടിപ്പോ കുറ്റം പറയുക? എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നത്? ആ പെണ്ണ് എന്തിനാ അവന്റെ കയ്യിൽ തൂങ്ങണം? അവനൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് ഒരു ബോധം അവക്കില്ലേ? അത് നന്നായിടാ മോനെ. ഞാൻ നിന്നോട് പറയാറില്ലേ, എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മളെ ഓർത്തിരിക്കുന്നവരെ മറന്നു പോകരുതെന്ന്. നല്ല ഫസ്റ്റ് മുത്തച്ഛൻ തന്നെ പെണ്ണിനും ചെറുക്കനും കൂടെ കൊട പിടിച്ചു കൊടുക്കുന്നു. മുത്തച്ഛന്റെ ഉപദേശം ഞാൻ മറക്കുവോ? ഇതീ പറച്ചിലേ ഉള്ളൂ മുത്തശ്ശ. പറഞ്ഞു മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ മുത്തശ്ശന്റെ ഈ കൊച്ചുമോൻ പോയിട്ട് വേറെ ആരും ഉള്ളൂ. മുറച്ചെറുക്കനും മുറപ്പെണ്ണുവാ രണ്ടും ഒരേ വീട്ടിൽ. എന്തൊക്കെയാ എന്റെ പെരുവണ്ണാവൂർ സമയം നടക്കുന്നത്? അല്ല, നിങ്ങൾ എവിടേക്കാ പോയത്? ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ചില സ്പോട്ടുകളുണ്ട്. ഒരു ഔട്ടിംഗ്, പിന്നെ ഒരു ഡിന്നർ. ഓ, കിട്ടിയ പെണ്ണിനെ വീട്ടിയിരുത്തിയിട്ടാ മുറപ്പെണ്ണുമായിട്ടുള്ള അവന്റെ കറക്കം. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ലേ. ഓ, ഞാൻ നിങ്ങൾ പോയി ഫ്രഷ് ആവ്. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്നതല്ലേ ഞാൻ. മുത്തച്ഛൻ പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ് മുത്തച്ഛ. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ് മക്കളെ. പാവം മുത്തച്ഛനല്ലേ? അതെ, നമുക്ക് വേണ്ടി ഉറക്കുളഞ്ഞിരിക്കായിരുന്നു ഇത്ര നേരം. ആ കളവനെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ ഇത് നല്ല കുടുംബക്കാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്? ഇക്കണക്കിനവൻ ലച്ചുവിനെ ഉറക്കി കിടത്തിയിട്ട് മുറപ്പെണ്ണിന്റെ ബെഡ്റൂമിൽ പോയെന്നും വരും. അവള് തന്നെ വിളിച്ചു വരുത്തും. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആദ്യം അവന്റെ കൊച്ചിന്റെ അമ്മയാകാൻ പോകുന്നത് മുറപ്പെണ്ണ് തന്നെയാ. ഇതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അമ്മ പോയിട്ട് ലച്ചുനെ കണ്ടില്ലേ? എടി, അതിനേക്കാൾ വലിയ കാഴ്ചയാടി ഞാൻ കണ്ടത്. എന്താ അമ്മേ? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ കാരണവര് ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പോഴാ സഞ്ജു അവന്റെ മുറപ്പെണ്ണും കൂടെ എവിടെയോ പോയിട്ട് കയറി വന്നത്. ഓ, സഞ്ജു വിളിച്ചെന്ന് പറഞ്ഞ് ശ്രീകുട്ടി പകല് പോയതാമേ. എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? അവന്റെ കൂടെ കറങ്ങാൻ പോയതാടി അവള്. കറങ്ങാനോ? ആ, കാരണവരോട് അവനും അവളും പറഞ്ഞതാ ഞാൻ ഈ പറഞ്ഞത്. അതിന് ഒത്താശ ചെയ്ത് കൊടുക്കാൻ കാരണവരും. ലച്ചുനെ കുട്ടിയല്ലേ സഞ്ജു പോവേണ്ടത്? ആ, ലച്ചു വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. അവന്റെ അവളുടെയും വരവ് നീയൊന്ന് കാണേണ്ടതായിരുന്നു. അവന്റെ തോളെ തൂങ്ങി അവൾ അകത്ത് വന്നത്. മുത്തശ്ശന്റെ മുന്നിലാണെന്നുള്ള ഒരു ബോധവും രണ്ടിനുമില്ല. അവൾ അവന്റെ ദേഹത്ത് ചാരുന്നു, പിച്ചുന്നു, കൊഞ്ചുന്നു, മാന്തുന്നു. അവനും അങ്ങ് രസിച്ച് നിൽക്കുക. അവളെയും കൊണ്ട് കറങ്ങാൻ പോയേനെ മുത്തശ്ശൻ കൊച്ചുമോനെ അഭിനന്ദിക്കുന്നു. അവൻ തോല് കെട്ടി ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്നുള്ള വിചാരം പോലും അങ്ങേർക്കുമില്ല. ഇത് എന്തു മനുഷ്യരാ ദൈവമേ! സഞ്ജുവിന്റെ കാര്യത്തിൽ ശ്രീകുട്ടി കാണിക്കുന്ന അമിത താല്പര്യം ഞാനും ശ്രദ്ധിച്ചതാമേ. വിവാഹം ഉറപ്പിച്ച പെണ്ണാണെന്ന് വിചാരിച്ച ഞാൻ സംശയിക്കാതിരുന്നത്. ഈ കണക്കിന് പോയ ആ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല. പെണ്ണിന്റെ തന്ത അമേരിക്കയിൽ വരണോന്നാ പറയുന്നത്. അയാൾ എന്ന് വരുമെന്ന് ആർക്കറിയാം. അതുവരെ ആ പെണ്ണ് അടങ്ങി ഒതുങ്ങി ജീവിക്കൂ. ലച്ചുവിനെ സഞ്ജു താലി കെട്ടിയത് എങ്ങനെയാന്ന് നമുക്കറിയാം. അവൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ വീട്ടുകാരുടെ സമ്മതത്തോടെ ഒന്നുമല്ല. ലച്ചു ഒതുങ്ങിക്കൂടിയാ മുറപ്പെണ്ണ് അവനെ അടിച്ചെടുക്കും എന്ന് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. മോളെയും കൊണ്ട് കാഞ്ചന ഇവിടെ വന്നത് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണെങ്കിലോ? ഒരുപക്ഷെ സഞ്ജുവിനെ അവർ നേരത്തെ നോട്ട വിട്ടതും ആവാം. നീ തന്നെ പറ, എന്തിനാ കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെണ്ണുമായിട്ട് രണ്ട് ചെറുപ്പക്കാരുള്ള ഒരു വീട്ടിൽ കാഞ്ചന വന്ന് നിൽക്കുന്നത്? അവളുടെ മനസ്സിലുള്ളത് സഞ്ജുവാ. അതാ മോളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്. സച്ചിയെ അല്ല ആ പെണ്ണ് നോട്ടം ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയും ഭർത്താവും കയറി പോകുന്ന പോലെ രണ്ടും കൂടെ മുകളിലോട്ട് കയറി പോയത്. ആ നേരത്ത് ലച്ചു അടുക്കളയിൽ പണിയെടുക്കുന്നു. കഷ്ടം തന്നെ. ലച്ചു കൊടുക്ക അടുക്കളക്കാരിയെ തീരുമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിന് സമ്മതിച്ചൂടാ. ലച്ചു ഭാഗ്യം തരുന്ന പെണ്ണാ. ഇനി നമുക്ക് എന്തെങ്കിലും ഭാഗ്യം വന്നു ചേരുന്നെങ്കിൽ അവള് കാരണം ഈ വീട്ടിൽ നിന്നാവും. അതിനുവേണ്ടി ഇനി കളത്തിലിറങ്ങി കളിക്കണം. ഇപ്പൊ കിട്ടുന്ന കാശൊന്നും പോരടി നമുക്ക്. അമ്മേ, ആദ്യം വന്ന കാര്യത്തിനൊരു തീരുമാനാവട്ടെ. നീ ഇപ്പോഴും അതും പറഞ്ഞോണ്ടിരുന്നു. എടി, ഞാൻ ചിന്തിക്കുന്ന അതിനും മേലെയാ. ലച്ചുനെ അവളുടെ വഴിക്ക് വിടില്ല ഞാൻ. നഷ്ടം നമുക്കാ.
നനഞ്ഞിറങ്ങിയ കുളിച്ചു കയറുന്ന ശീലവാ ആനന്ദവല്ലിക്കുള്ളത്.